أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 190ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനും നമ്മുടെ ഖൈറായ ഹലാലായ ഉദ്ദേശ്യങ്ങളൊക്കെ പൂർത്തിയാക്കാനും ഒക്കെയുള്ള സബബായി, കാരണമായി തദ്രീബ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരീക്ഷ, അതായത് 3ാമത്തെ സെമസ്റ്റർ എക്സാം ഇതാ തൊട്ടടുത്തെത്തി. ഫീ അടക്കാൻ കുറച്ചുകൂടെ ആളുകൾ ബാക്കിയുണ്ട്. 2ാം സെമസ്റ്റർ എഴുതിയ കുറച്ച് ആളുകൾ ഫീ അടച്ചിട്ടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഫീ അടച്ച എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ നിർദ്ദേശങ്ങൾ ആവശ്യമായ സമയത്ത് നൽകുന്നുണ്ട്. ആരെങ്കിലും ഫീ അടക്കാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ നേരത്തെ തന്ന സർക്കുലറിൽ എല്ലാ സംഗതികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊന്നുകൂടെ നോക്കി പെട്ടെന്ന് അത് പൂർത്തിയാക്കണം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയേ, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഉടനെ വിളിക്കണം, വൈകരുത്. തിങ്കളാഴ്ചയോടുകൂടി നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ മൊത്തം ക്ലോസ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ, എക്സാം രജിസ്ട്രേഷൻ എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒഫീഷ്യൽ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള സാവകാശത്തിന് വേണ്ടി തിങ്കളാഴ്ചയാകുമ്പോഴേക്ക് എല്ലാവരും ഫീ അടച്ച് പൂർത്തിയാക്കണം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കണം. എന്നിട്ട് ഡൗട്ട് തീർത്ത്, സംശയങ്ങളൊക്കെ തീർത്ത് എല്ലാവരും നമ്മുടെ പരീക്ഷയ്ക്ക് റെഡിയാവണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടി നമുക്കൊക്കെ അറിയുന്നത് പോലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്കിതാ വരികയാണ്. റബീഉൽ അവ്വൽ മാസം നമുക്കറിയാം, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. 1500 കൊല്ലം നമ്മൾ ഓർക്കണം. 1500 കൊല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുകയും പാടുകയും അവിടുത്തെ തിരുചര്യ ജീവിതത്തിൽ പകർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ റബീഉൽ അവ്വലും അങ്ങനെയുള്ള റബീഉൽ അവ്വൽ ആവണം നമ്മുടേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടുതൽ അടുക്കാനും അവിടത്തേക്കുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനൊക്കെ നിമിത്തമാകുന്ന തിരുചര്യ, സുന്നത്ത് ജീവിതത്തിൽ ഓരോ റബീഉൽ അവ്വലിലും ഓരോ തിരുചര്യ തന്നെയെങ്കിലും നമ്മൾ പതിവാക്കാനും നിമിത്തമാകുന്ന റബീഉൽ അവ്വലായാൽ മാഷാ അല്ലാഹ് നമ്മൾ വിജയിച്ചു. ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നമുക്ക് കിട്ടും. എല്ലായിടത്തും വിശ്വാസികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം ആഘോഷങ്ങളുണ്ടാവും. ആഘോഷം എന്ന് പറയുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കലാണ്.
ആ പ്രകീർത്തന സദസ്സുകളിൽ ഭക്ഷണം ഉണ്ടാക്കി. റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ ത്വാം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, നബി തങ്ങളുടെ പേരിൽ സന്തോഷിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് അവിടുത്തെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെയാണ് ശരിക്കു പറഞ്ഞാൽ ഈ നബിദിനം കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിലുള്ള ആത്മീയമായ അടുപ്പം ഒന്നുകൂടെ കൂടും. അങ്ങനെ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫായത്തൊക്കെ നമുക്ക് കിട്ടും. അതിനൊക്കെയാണ് വിശ്വാസികൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ റബീഉൽ അവ്വലിൽ നമ്മുടെ വീടുകളിലൊക്കെ മൗലിദ് നടക്കണം. എല്ലാവരുടെ വീട്ടിലും മൗലിദ് നടക്കണം. പള്ളിയിൽ മൗലിദ് സദസ്സുകളുണ്ടാവാം, അത് സജീവമാക്കണം. പുരുഷന്മാരൊക്കെ അതിൽ സജീവമായി പങ്കെടുത്ത് പറ്റാവുന്ന കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അത് ഗംഭീരമാക്കണം. അതോടൊപ്പം നമ്മുടെയൊക്കെ വീടുകളിലും മനോഹരമായി എല്ലാ ദിവസവും അല്പം തന്നെയെങ്കിലും മൗലിദ് ഓതണം. മൗലിദ് വീട്ടിൽ വെച്ച് പാരായണം ചെയ്താലുണ്ടാകുന്ന പുണ്യങ്ങളും അതിൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെറുതെ ഞാനത് ഇനി പറഞ്ഞ് സമയം അതിനു വേണ്ടി മാറ്റിവെക്കുന്നില്ല. എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും അവിടത്തേക്ക് സലാമും സലാത്തും സലാമും ഒക്കെ നമ്മൾ കൂടുതലായി ചൊല്ലണം. അല്ലേ? എല്ലാവർക്കും അറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് മാസം വരുമ്പോൾ നമ്മുടെയൊക്കെ പള്ളികളിൽ നിന്നും നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും ഉറക്കെ കേൾക്കുന്ന ഒരു സലാത്തുണ്ട്, ഒരു സലാമുണ്ട്. നമ്മളൊക്കെ സലാം ബൈത്ത് എന്ന് പറഞ്ഞ് ചൊല്ലുന്ന അതും ഖസീദത്തുൽ ബുർദയും ഞാൻ ഓരോന്നും പറയുന്നില്ല, എല്ലാം ചൊല്ലിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുദൂറുള്ള അവിടുത്തെ സാന്നിധ്യമുള്ള വീടാക്കി നമ്മുടെ വീട്ട് മാറ്റണം. അള്ളാഹു ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്ന വീടായി കുടുംബമായി അള്ളാഹു തആല നമ്മയൊക്കെ സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. കുട്ടികളും വീട്ടുകാരുമൊക്കെ ഒരുമിച്ചിരുന്ന് മനോഹരമായി നമ്മൾ ചൊല്ലണം, സലാം ബൈത്ത് ചൊല്ലണം. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ അസ്സലാമു അലൈക അസ്ഫൽ അസ്ഫിയാഇ അസ്സലാമു അലൈക അസ്കൽ അസ്കിയാഇ അസ്സലാമു അലൈക യാ ഖൈറൽ അനാമി അസ്സലാമു അലൈക യാ ബദ്റത് തമാമി അസ്സലാമു അലൈക യാ നൂറല്ലാലാമി അസ്സലാമു അലൈക യാ കുല്ലൽ മറാമി. സലാം ബൈത്തിൻ്റെ ഈരടികൾ വളരെ മനോഹരാണ് അല്ലേ? അങ്ങനെ നമ്മൾ ചൊല്ലണം. ത്വലഅൽ ബദ്റു ചൊല്ലണം, യാ അക്രമ വേണം, അഷ്റഖ ബൈത്ത് വേണം, മൻഖൂസ് മൗലിദ് വേണം, ഷറഫൽ അനാം, എങ്ങനെ തുടങ്ങി മൗലിദുകളൊക്കെ ഓതിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വയ്ക്കുന്ന നല്ല ഒരു മനസ്സ് നമുക്ക് ഈ മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് സൂറത്തു ഫാത്തിർ ആണ് ഓതുന്നത്. സൂറത്തു ഫാത്തിർ തുടങ്ങാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം നമ്മൾ അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീനൊക്കെ പറഞ്ഞ് അഹ്കാമുൽ മീമുകളൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ന് കുറച്ച് നിയമങ്ങൾ കൂടെ റാഉമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തഫ്ഖീം തർഖീഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا أولي أجنحة مثنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير.
ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنا تؤفكون. Okay. الحمد لله فاطر السماوات والأرض جاعل الملائكة. നമ്മൾ ഇന്ന് റാഉം അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തഫ്ഖീം തർഖീഖുകൾ കേട്ടോ. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി, ഫാത്തിരിയാണ്, ഫാത്തിരി ആവരുത്. വൽ അർദ്, ഇവിടെ ഫാത്തിരി എന്ന് പറഞ്ഞെടുത്ത റാഇന് കസ്റായത് കൊണ്ട് തർഖീഖാണ്. ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹ, റുസുലൻ റാഇന് ദമ്മാണ്, തഫ്ഖീമാണ്. ഉലി അജ്നിഹത്ത് ഏതായാലും ഇവിടെ ഉണ്ടാവില്ല, ഇല്ലല്ലോ, ഇല്ല. ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബാ, റുബാഇന്റെ റാ ദമ്മായതുകൊണ്ട് തഫ്ഖീം. യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖദീർ എന്ന് പറയുമ്പോൾ റാഇന് തർഖീഖാണ്, തൊട്ട് മുമ്പ് സുക്കൂനുള്ള യാ ആണ് കാരണം. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. ഓക്കെ, മാ യഫ്തഹില്ലാഹു ഇസ്മുൽ ജലാലക്ക് തൊട്ട് മുമ്പ് കസ്റായതുകൊണ്ട് മാ യഫ്തഹില്ലാഹു, മാ യഫ്തഹില്ലാഹു ഉദുവോ ഇല്ല. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി. എങ്ങനെ? വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. യാ അയ്യുഹന്നാസു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. യാ അയ്യുഹന്നാസു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. ഉദ്കുറു എന്ന് പറഞ്ഞെടുത്ത റാഇന് എന്താണ്? തഫ്ഖീമാണ്. തൊട്ട് മുമ്പ് ഫലാ മുർസില എന്ന് പറഞ്ഞെടുത്ത് തഫ്ഖീമാണ്. കാരണം അറിയാലോ, മുർസിലയിൽ സുക്കൂനുള്ള റാക്ക് മുമ്പ് ദമ്മാണ്. ഉദ്കുറു റാഇന് ദമ്മാണ്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും, യർസു അറിയാം, റാഇന് തഫ്ഖീം മുമ്പ് ഫത്ഹാണ് കാരണം. വൽ അർദ് അവിടെയും അങ്ങനെ തന്നെ. ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുഅഫകൂൻ. എങ്ങനെ? ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുഅഫകൂൻ. وإن يكذبوك فقد كذبت رسل من قبلك وإلى الله ترجع الأمور. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء
فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. നോക്കിയേ, وإن يكذبوك فقد كذبت رسل من قبلك. رسل റാഇന് തഫ്ഖീം ളമ്മ ആയതുകൊണ്ട് وإلى الله ترجع الأمور. وإلى الله ترجع റാഇന് സുക്കൂൻ മുമ്പ് ളമ്മ തഫ്ഖീം. അൽ ഉമൂർ ആരാ പറയാ? അൽ ഉമൂർ എന്ന് പറഞ്ഞെടുത്ത് റാഇന് തഫ്ഖീം ആവാൻ കാരണം എന്താണ്? റാഇന് ളമ്മ ആയതുകൊണ്ടോ? റാഇന് സുക്കൂനായിട്ടല്ലേ അപ്പം ഞാൻ നിർത്തിയത്? അൽ ഉമൂർ പറയും. അത് നിങ്ങൾ തന്നെ പറയണം, ഞാൻ പറയില്ല. അൽ ഉമൂർ എന്ന് പറഞ്ഞെടുത്ത് റാഇന് തഫ്ഖീം ആവാൻ കാരണം കമൻറ്റ് ബോക്സിൽ ഇടണം എന്താ കാരണം കേട്ടോ. യാ അയ്യുഹന്നാസു ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഓക്കേ, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. തഗുറന്ന റാഇന് ഫത്ഹ്. വീണ്ടും വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അൽ ഗറൂർ അൽ ഉമൂർ രണ്ടിടത്തും ഒരേ കാരണമാണ് അല്ലേ? ഒരിടത്ത് അതാണ്, അടുത്തതിൻ്റെത് അതാണ്. എന്താ നിങ്ങൾ പറയണം? ഇന്ന ശൈത്വാന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. ഓക്കേ, ഇന്ന ശൈത്വാന ലകും അദുവ്വ് ഫത്തഖിദൂഹു അദുവ്വ ല്ലേ? إنما يدعو حزبه ليكونوا من أصحاب السعير. إنما يدعو حزبه ليكونوا من أصحاب السعير. اللهم لا تجعلنا منهم. الله سبحانه وتعالى നമ്മെ നരകത്തിൽ പെടുത്താതിരിക്കട്ടെ. ശൈത്താനിൻ്റെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. اوكي، الذين كفروا لهم عذاب شديد والذين آمنوا. ഇവിടെ كفروا തഫ്ഖീമിന് കാരണം അറിയാം. والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. مغفرة റാഇന് ഫത്ഹാണ്, وأجر റാഇന് ضമ്മാണ്, كبير നിർത്തുമ്പോൾ സുക്കൂനാണ്, തൊട്ട് മുമ്പ് സുക്കൂനുള്ള യാ ആണ്. أفمن زين له سوء عمله فرآه حسنا. أفمن زين له سوء عمله لا فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء. فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. يعني إن الله عليم بما يصنعون. باقي والله الذي أرسل الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد
ومكر أولئك هو يبور والله خلقكم من تراب ثم من نطفة ثم جعلكم أزواجا وما تحمل من أنثى ولا تضع إلا بعلمه وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. നോക്കിയേ, والله الذي أرسل الرياح فتثير سحابا فسقناه. നോക്കിയേ, والله الذي أرسل തഫ്ഖീമാണ് റാഇന്, കാരണം റാഇന് സുക്കൂനാണ്, മുമ്പ് ഫത്ഹാണ്. അൽ റിയാഹ റാഇന് കസ്റാണ്. ഫതുസീറു സഹാബൻ, തുസീറു എന്ന് പറഞ്ഞിടത്ത് ലമ്മോട് കൂടി നമ്മൾ ചേർത്തി ഓതുമ്പോൾ തഫ്ഖീമാണ്. ഫതുസീർ എന്നെങ്ങാനും പറഞ്ഞ് നിർത്തേണ്ടി വന്നാൽ തർഖീഖുമാണ്. സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കദാലിക നുശൂർ, നേരത്തെ അൽ ഉമൂർ പറഞ്ഞതുപോലെയുള്ള കാരണം തന്നെയാണ് ഇവിടെയും. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് വൽ അമലുസ് സാലിഹു യർഫഉഹു. നല്ലോണം ശ്രദ്ധിക്കണം. ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ്, യസ്അദു ആവാൻ പാടില്ല അല്ലേ? ഇലൈഹി യസ്അദു ഇല്ല, യസ്അദു വേണം. അൽ കലിമുത് തയ്യിബ് വൽ അമലുസ് സാലിഹു യർഫഉഹു വല്ലദീന യംകുറൂന അസ്സയ്യിആതി ലഹും അദാബുൻ ശദീദ് വമക്റു ഉലൈക ഹുവ യബൂർ. യബൂർ എന്നൊക്കെ പറഞ്ഞെടുത്തുള്ള റാഇൻ്റെ തഫ്ഖീം എന്തുകൊണ്ട് നോക്കണേ. വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ ജഅലകും അസ്വാജ. ഓക്കേ, വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ ജഅലകും അസ്വാജ വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തദഉ ഇല്ലാ ബിഇൽമിഹി വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖസു മിൻ ഉംരിഹി. ഓക്കേ, വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖസു മിൻ ഉംരിഹി ഇല്ലാ ഫീ കിതാബ് وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. باقي نجي. وما يستوي البحران هذا عذب فرات سائغ شرابه هذا عذب فرات سائغ شرابه وهذا ملح أجاج ومن كل تأكلون لحما طريا وتستخرجون حلية تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير صدق الله العظيم. എങ്ങനെയാണ് നോക്കിയേ. وما يستوي البحران هذا عذب فرات سائغ شرابه
വമാ യസ്തവിൽ ബഹ്റാനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സായിഗുൻ ശറാബുഹു വഹാദാ മിൽഹുൻ ഉജാജ്. ശരിക്കും ശ്രദ്ധിക്കണം. വമിൻ കുല്ലി തഅകുലൂനുണ്ട്. വമിൻ കുല്ലി തഅകുലൂന പോരാ, ശരിക്കും നോക്കി ആ ലാമിൻ്റെ തൻവീൻ കസ്റ കേട്ടോ. വമിൻ കുല്ലി തഅകുലൂന ലഹ്മൻ طريا وتستخرجون حلية تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون. يولج الليل في النهار ويولج النهار في الليل. يعني يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى. ശരിക്ക് ഈ മുസമ്മൻ്റെ രണ്ട് മീമിൻ്റെയും ശ്രദ്ധിക്കണം കേട്ടോ. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. അങ്ങനെ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. മിൻ ഖിത്മീർ, മിൻ ഖിത്മീർ. ഇഖ്ഫാഉൻ ശ്രദ്ധിക്കണം. മിൻ ഖി എന്ന അതും ഖിത്മീർ എന്ന റാഇൻ്റെ തർഖീഖും. ഓക്കെ. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഈ ആയത്ത് നിങ്ങൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും. പല ആളുകളും ഓതിയിട്ട് വ്യാജമായ അർത്ഥം മീനിങ് കൊടുക്കും. അതായത് നമ്മളിപ്പോൾ യാ റസൂലല്ലാഹ് യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കും നമ്മൾ. യാ റസൂലല്ലാഹ് യാ അഹ്ല ബദർ, ബദരീങ്ങളെ എന്ന് വിളിക്കും നമ്മൾ അല്ലേ. മുഹയ്യിദ്ദീൻ ഷെയ്ഖേ ഇങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും. ഇങ്ങനെയുള്ള വിളികൾ, അതായത് ഇസ്തിഗാസ എന്ന് പറയുന്ന ഈ സംഗതി, അതുപോലെ തവസ്സുൽ, ഇതൊക്കെ വലിയ പ്രശ്നമാണ്, ശിർക്കാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടുമാണ്. പോട്ടെ, അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ. അവർ നമ്മൾ ബദരീങ്ങളെന്ന് വിളിക്കുമ്പോഴേക്ക് ഇസ്ലാം എന്ന് പുറത്ത് എന്നാണ് പറയണത്. ഇപ്പോൾ അവിടെ തന്നെ ഭയങ്കര സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ വിഷയം, നമുക്കൊക്കെ അറിയാം അല്ലേ. പല ഗ്രൂപ്പുകളായിട്ട്, ഞാനിവിടെ ഗ്രൂപ്പ് പറയല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അവർ തന്നെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു സമയമാണിപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ നമ്മൾ ഈ ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോഴേക്ക് നമ്മളൊക്കെ മുശ്രിക്കീങ്ങളായി. മുഹീദ്ദീൻ ഷെയ്ഖേ എന്ന് ഒരു വട്ടം വിളിച്ചാൽ 4 വട്ടം കാഫിറാകുമെന്നൊക്കെ പറഞ്ഞ എഴുതി പിടിപ്പിച്ച പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്കറിയോ നിങ്ങൾ? അപ്പോൾ അതിനൊക്കെ അവർ ഖുർആനിൽ തെളിവായി ഉദ്ധരിക്കുന്നത് ഇതുപോലുള്ള ആയത്തുകളാണ്. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. മക്കയിലെ മുശ്രിക്കീങ്ങളുണ്ടല്ലോ, അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുണ്ട് ഒരുപാട്. ലാത്ത ഉസ്സ എന്നൊക്കെ കേട്ടില്ലേ? അങ്ങനെ വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളെ വിളിച്ചിട്ടൊരു കാര്യമല്ല. വിഗ്രഹങ്ങളെ വിളിച്ചിട്ട് ഒരു കാര്യമല്ല. അവർ നിങ്ങൾ വിളിച്ചാൽ കേൾക്കൂല, കേട്ടാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കീങ്ങളിൽ ഇബാദത്ത് ചെയ്തിരുന്ന, അടിവരടണം, ശരിക്കും ശ്രദ്ധിക്കണം, ഇബാദത്ത് ചെയ്തിരുന്ന ആ വിഗ്രഹങ്ങൾ അവരെ വിളിച്ചിട്ട് കാര്യമില്ല, ഉപകരിക്കൂല എന്ന് പറഞ്ഞ ഈ ആയത്തുകൾ നമ്മൾ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്ന ഇതിലേക്കും ചാർത്തി വെച്ചിട്ട് അതും ഇതും ഒരുപോലെയാണ് എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, സങ്കടകരമാണ്. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാത്തതിൻ്റെ ഒരു കുറവാണതൊക്കെ അല്ലേ. ഞാനിപ്പോൾ അതിൻ്റെ തെളിവുകളിലേക്കൊന്നും പോവല്ല. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് മക്കാ മുശ്രിക്കുകൾ, അവരുടെ വിശ്വാസം നമുക്കറിയാലോ, ലാത്തയും ഉസ്സയും ഒക്കെ വിഗ്രഹമാണ്, ദൈവമാണ്, ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവരെ വിളിച്ചത്, സഹായം ചോദിച്ചത്. നമ്മളാരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇലാഹാണ്, മുഹയ്യിദ്ദീൻ ഷെയ്ഖും ബദരീങ്ങളും ഇലാഹാണ്, പടച്ചോന്മാരാണ്, നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ. ഒരാളും, അത് അല്ലാഹു ജല്ല ജലാലുഹു മാത്രം, പടച്ചവൻ ആര് മാത്രം?
അള്ളാഹു സുബ്ഹാനഹു വ തആല. ഖാലിഖ്, യാ ഖാലിഖു യാ അള്ളാഹ്, അതല്ലേ നമ്മൾ ചൊല്ലുന്നത്. സ്രഷ്ടാവ് റബ്ബ് മാത്രം. അപ്പോൾ ബാക്കിയൊക്കെ അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ സഹായാർത്ഥന നടത്തുന്നതിന് അവരുടെ ഇബാദത്ത് എന്ന അർത്ഥം മാറ്റി പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ മുശ്രിക്കും ശിർക്കും കുഫറും ഒക്കെ ചാർത്തി നമ്മളെയൊക്കെ അത്തരം ടീമുകളാക്കുക എന്നുള്ളത് വല്ലാത്ത ഒരു 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 എന്താ പറയുക, തമാശ തന്നെയാണ്. സംഘടന ഞാൻ പറയുന്നില്ല, വല്ലാത്തൊരു തമാശ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന സഹായാർത്ഥന എന്താണെന്നുള്ളത് നമ്മളല്ലേ വ്യാഖ്യാനിക്കേണ്ടത്, നമ്മളല്ലേ അതിൻ്റെ സംഗതി പറയേണ്ടത്. വേറെ ഒരാൾ അത് നിങ്ങൾ ചെയ്യുന്നത് അതുതന്നെയാണ് എന്ന് നമ്മളെ പറ്റി പറയാൻ പറ്റുമോ? നമ്മളല്ലേ അതിൻ്റെ ആളുകൾ, നമ്മളല്ലേ അത് പറയേണ്ടത്. ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല. ഈ ആയത്തുകളൊക്കെ സാധാരണ കേൾക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ചില ആളുകളുണ്ടാവും, കേൾക്കുമ്പോൾ യാ റബ്ബി ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ വിളി അവർ കേൾക്കൂല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകൂല. കേൾക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഈ ആയത്തിൻ്റെ കൃത്യം മീനിങ് പഠിക്കണ്ടേ, തഫ്സീർ പഠിക്കണ്ടേ? അപ്പോൾ ഞാൻ ഇടയിലൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ സ്രഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇലാഹ് അള്ളാഹു മാത്രമാണ്. ആ ഇലാഹായ അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത്. വേറെ നമ്മൾ പലതിനെയും ആദരിക്കും. ആദരവും ആരാധനയും രണ്ടാണല്ലോ. അത് കൃത്യമായിട്ട് ഇപ്പോഴും തിരിഞ്ഞില്ല കുറച്ചാളുകൾക്ക്, അല്ലേ? അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, നല്ല മനസ്സ് കൊടുക്കട്ടെ. ഇപ്പോൾ ഭയങ്കര പ്രശ്നം അവർ തന്നെ നടക്കുന്നതായതുകൊണ്ട് നമ്മൾ വല്ലാതെ പണിയെടുക്കേണ്ട, അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാക്കി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം അത് പണയം വെച്ച്, അല്ലെങ്കിൽ അത് തോറ്റുകൊടുത്ത്, അല്ലെങ്കിൽ വിശ്വാസത്തിന് ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു നോ കോംപ്രമൈസ് നമുക്ക് പറ്റൂല. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സദഖല്ലാഹുൽ അസീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ഖബൂലാക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك